ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ശരവണ ഭവൻ സ്റ്റൈലിലുള്ള ഒരു ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരവണ ഭവനിൽ പോയി കഴിഞ്ഞവർക്ക് അറിയാം അവിടുത്തെ വെള്ള ചട്നിയുടെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു ഇതൊക്കെ. അപ്പോൾ പലതരത്തിൽ നമുക്ക് മസാല ദോശക്കും ഇഡ്ലിക്കും ഒക്കെ ചട്നി കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഉഴുന്ന് വടയൊക്കെ തിന്നാൻ പോകുന്ന സമയത്ത് 3 ടൈപ്പിൽ ചട്നിയാണ് കിട്ടാറ്. ഒരു വൈറ്റ് ചട്നി, അതുപോലെ ഒരു ലൈറ്റ് യെല്ലോ കളർ ചട്നി, അതുപോലെ ഒരു റെഡ് ചട്നി നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതിലുള്ള ആ ഒരു വൈറ്റ് തേങ്ങാ ചട്നീൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തേങ്ങാ ചട്നി പ്രത്യേകിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് നല്ല പ്രിയം തന്നെയാണ്, ഇഡ്ലിക്കായാലും ദോശക്കായാലും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലൊരു പ്രത്യേക ചേരുവ ചേർക്കുന്നത് കൊണ്ടാണ് അതിന് ഇത്രയും ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മളിത് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങേൻ്റെ വൈറ്റ് കളർ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈറ്റ് കളർ കിട്ടുള്ളൂ. അപ്പോൾ ബ്രൗൺ പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ട്. കുഞ്ഞുള്ളി തന്നെ ചേർക്കുക, എന്നാലേ അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കൂടി പോകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളി ജീരകവും അതുപോലെ കൂടി പോകരുത്. പിന്നെ അതുപോലെ തന്നെ ഒരു 4-5 അണ്ടിപ്പരിപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് പൊട്ടുകടല എടുക്കാം. പൊട്ടുകടല ആയി കഴിഞ്ഞാലും സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ ഒക്കെ എരിവൊന്നും അധികം കൂടേണ്ട, കാരണം അങ്ങനെ അധികം സ്പൈസി ആയിട്ടുള്ള ചട്നി അല്ല, അത് കുറച്ചൊരു മധുരമുള്ളൊരു ചട്നിയാണ്. നിങ്ങൾ കഴിച്ചവർക്ക് അറിയാം അത്. അപ്പോൾ അതുപോലെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പും കൂടി ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതിൽ വെള്ളത്തിന് പകരം പശുവും പാലാണ് ചേർക്കുന്നത്. അത് ഒരു 1/4 കപ്പ് ചേർക്കാം. അപ്പോൾ ഒരുപാട് ചേർക്കണ്ട. എന്നിട്ട് കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ തേങ്ങേൻ്റെ ആ ഒരു മധുരവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ ആ ഒരു ചെറിയ മധുരവും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആ ഒരു ചട്നി ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു രഹസ്യം എന്ന് പറയുന്നത്. നമ്മൾ പാലാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചതിന് ശേഷം നമ്മളിത് ആ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താളിച്ചൊഴിക്കാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കായ്മുളകും അതുപോലെ കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചേർക്കാറില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉഴുന്നുപരിപ്പ് ചേർത്തിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചട്നീൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ സാധാരണ നമ്മൾ ശരവണ ഭവനിൽ അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റേറിയനിൽ ഇത് കഴിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നത് തന്നെ പ്രത്യേകിച്ച് ഈ ചട്നിയൊക്കെ കഴിക്കാമെന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടല അത് ചേർക്കാൻ ഒരിക്കലും മറക്കരുത്. അതാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചട്നിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുളിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പുളി, മോര്, തൈര് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമുക്കറിയാമല്ലോ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ പുളിയൊന്നും അതിൽ കിട്ടാറില്ല. നമ്മൾ നല്ല മധുരത്തിൽ തന്നെയാണ് ഏകദേശം ആ ഒരു തേങ്ങേൻ്റെയും ഇതിൻ്റെ ആ ഒരു പാലിൻ്റെ ഒക്കെ മധുരം തന്നെയാണ് കിട്ടാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക്